ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ റെസിപ്പി സേമിയ ഉപ്മ. അതിനാദ്യം നമുക്ക് ഒരു കപ്പ് സേമിയ, പച്ചക്കറിയെല്ലാം ഒരുമിച്ച് അരിഞ്ഞു വെച്ചേക്കുന്നത്, ഒരു സവാള, 8 ബീൻസ്, ഒരു ക്യാരറ്റ്, 3 പച്ചമുളക്, ഒരു തണ്ട് കരിവേപ്പില. നോക്കിയാലോ. അതിനാദ്യം നമുക്ക് ഒരു പാനിലോട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് ചെറിയ തീയിൽ വഴറ്റി കൊടുക്കാം. സേമിയ നിറം മാറിക്കഴിഞ്ഞാൽ നമുക്കതങ്ങ് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു കടായിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ കടുക്, 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. കടലപ്പരിപ്പ് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി ചേർത്ത് കൊടുക്കാം. പച്ചക്കറിയുടെ കൂട്ടത്തിൽ വേണമെങ്കിൽ പച്ചപ്പട്ടാണി ചേർത്ത് കൊടുക്കാം. എനിക്കത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പച്ചക്കറി നല്ലതുപോലെ വേണ്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് സേമിയയ്ക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വെള്ളം നല്ലതുപോലെ തിളപ്പിക്കാൻ വയ്ക്കാം. വെള്ളം തിളച്ചതിന് ശേഷം ഉപ്പ് പരുവത്തിനുണ്ടോ നോക്കാം. ഞാൻ ചേർത്തത് ശകലം കുറഞ്ഞു പോയി, അതിനാണ് ഇച്ചിരിയും കൂടെ ചേർത്ത് കൊടുത്തത്. അതിലോട്ട് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സേമിയയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിക്കും. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലിരുന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. മാറ്റിയതിന് ശേഷം മെല്ലെ ഇളക്കി കൊടുത്ത് അതിലോട്ട് ശകലം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പുതിനയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കാം. ഇവിടെ ആർക്കും പുതിനയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ചേർക്കാത്തത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് എടുക്കുമ്പോൾ വെള്ളമെല്ലാം വറ്റി 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ സേമിയ ഉപ്മ തയ്യാറായി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ.